ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഉച്ചഭക്ഷണമാണ്. ഞങ്ങൾക്കിന്ന് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലായിരുന്നു. സാമ്പാറാണ്, ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാറാണ്. പിന്നെ ഒരു ശകല അച്ചാർ, നാരങ്ങ അച്ചാർ. അത് രണ്ടും കൂടെ മതിയില്ല നമുക്ക് ഉച്ചയ്ക്ക് എളുപ്പമൊന്ന് കഴിക്കാനായിട്ട്. അതിന് ഒരുപാട് എടുക്കുന്നില്ല, കുറച്ച് മതിയാവും. പിന്നെ നമ്മുടെ ഇച്ചിരി പുതിനയുടെ ചട്നിയാണ്. ഇതെല്ലാം കുറേശ്ശെ ബാലൻസ് വന്ന കറികളാണ്. ഇഡ്ഡലിക്ക് വേണ്ടി ഉണ്ടാക്കിയ പുതിന ചട്നിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കിന്ന്. നമ്മൾ തന്നെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമല്ലോ. കുട്ടികളാകുമ്പം ചില ഉപ്പും കൂടി ഇട്ടു, ഒരു പപ്പടവും കൂടെയൊക്കെ വറുത്താൽ മതി. അപ്പോൾ ഇത് കൂട്ടി ഞാൻ സാമ്പാറും, ഞാനൊരു ശകലം ചേമ്പിൻ്റെ വിത്തുകളൊക്കെ ഇട്ട് ഉണ്ടാക്കിയ സാമ്പാറാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ പുതിന ചട്നി ഇതെല്ലാം കൂട്ടി കൂട്ടുകാരൊക്കെ ഊണ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്താണ് കൂട്ടാനെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് കിട്ടുന്ന ഇടവേളകളിലൊക്കെ ഞാൻ ചെയ്യുന്ന പാചകങ്ങൾ അതേപടി റെസിപ്പിയായിട്ട് ഇടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊക്കെ ഞാനും സപ്പോർട്ട് ചെയ്യും കേട്ടോ കൂട്ടുകാർ. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് ഉരുളി വിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണല്ലേ. വിശന്നിരിക്കുമ്പോൾ എന്ത് കിട്ടിയാലും മതിയല്ലോ. കണ്ടില്ലേ, പുതിന ചട്നിയൊക്കെ അങ്ങോട്ട് നമ്മൾ വറ്റല മുളകും കൂടെ നല്ലതായിട്ട് വഴറ്റിയാണ് ഇതിൽ ചേർക്കുന്നതുകൊണ്ട് ചട്നിക്ക് നല്ല ടേസ്റ്റാണ്. താങ്ക് യു ഫ്രണ്ട്സ്.